ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുപോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. 1 കൊരിന്ത്യർ 8-11 വാക്യത്തിന്റെ അർത്ഥം, നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ ആ അറിവ് പ്രായോഗികമാക്കുമ്പോൾ വിശ്വാസത്തിൽ ബലഹീനനായ മറ്റൊരു സഹോദരൻ ഇടറിപ്പോകാൻ കാരണമായാൽ നാം ചെയ്യുന്നത് പാപമാണ് എന്നതാണ്. ക്രിസ്തു തന്റെ ജീവൻ നൽകി രക്ഷിച്ച ഒരാളെ നമ്മുടെ ചെറിയൊരു താല്പര്യം കൊണ്ട് ആത്മീയമായി തകർക്കരുത് എന്നതാണ് ഇതിന്റെ കാതലായ അർത്ഥം. തന്റെ സഹോദരനെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യനുണ്ട് എന്ന് ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ ബൈബിൾ പഠിപ്പിക്കുന്നു. കയീൻ ഹാബേലിനെ കൊന്നതിനു ശേഷം ദൈവം ചോദിക്കുമ്പോൾ, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ എന്ന് കയീൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ നാം നമ്മുടെ സഹോദരന്റെ കാവൽക്കാരനാണ് എന്ന് വിശുദ്ധ പൗലോസ് ഇവിടെ അടിവരയിടുന്നു. മറ്റൊരാളുടെ വീഴ്ചയ്ക്ക് കാരണമാകുന്നത് ശിക്ഷാർഹമാണ് എന്ന് സദൃശവാക്യ പുസ്തകങ്ങളിലും നമുക്ക് കാണാം. യേശു ഇടർച്ചകളെക്കുറിച്ച് ഗൗരവമായ മുന്നറിയിപ്പുകൾ നൽകി. എന്നെ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവനെ ഇടർച്ച വരുത്തുന്നവനോ കഴുത്തിൽ തിരികല്ല് കെട്ടി സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ന്നു പോകുന്നത് നന്ന് എന്ന് മത്തായി സുവിശേഷം 18-6 വാക്യത്തിൽ യേശു പഠിപ്പിച്ചു. തന്നെ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന് എത്രമാത്രം വിലപ്പെട്ടവരാണ് എന്ന് കാണിക്കാൻ 100ാമത്തെ ആടിന്റെ ഉപമ യേശു പഠിപ്പിച്ചു. വിശുദ്ധ പൗലോസ് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാൽ ഇവിടെ ഇപ്രകാരം ഇങ്ങനെ എഴുതുവാൻ കാരണം? കൊരിന്ത്യ സഭയിലെ അറിവുള്ളവർ തങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വിഗ്രഹക്ഷേത്രങ്ങളിൽ പോയി ഭക്ഷണം കഴിച്ചിരുന്നു. ഇത് കണ്ടു നിൽക്കുന്ന പുതിയ വിശ്വാസികൾ തങ്ങളുടെ മനസാക്ഷിക്ക് വിരുദ്ധമായി അത് അനുകരിക്കുകയും അവരുടെ വിശ്വാസം തകരുകയും ചെയ്തു. തന്റെ അറിവിനേക്കാളും സ്വാതന്ത്ര്യത്തെക്കാളും വലുതാണ് സഹോദരന്റെ ആത്മീയ സുരക്ഷ എന്ന് ബോധ്യപ്പെടുത്താനാണ് വിശുദ്ധ പൗലോസ് ഇത് പറയുന്നത്. ഈ വചനത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ അഥവാ പ്രായോഗികമായ കർത്തവ്യങ്ങൾ ഇവയൊക്കെയാണ്. 1. എനിക്ക് അനുവാദമുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഇടർച്ചയുണ്ടാക്കുന്നു എങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണ് ക്രിസ്തീയ സ്നേഹം. 2. ഓരോ വിശ്വാസിയും ക്രിസ്തുവിന്റെ രക്തത്താൽ വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ അവരെ മുറിപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെയാണ് മുറിപ്പെടുത്തുന്നത്. 3. അറിവ് നമ്മെ ഉയർത്തുന്നു, എന്നാൽ സ്നേഹമാണ് മറ്റുള്ളവരെ പടുത്തുയർത്തുന്നത്. ചുരുക്കത്തിൽ, നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കാൾ വിലപ്പെട്ടതാണ് നമ്മുടെ സഹോദരന്റെ ആത്മാവ്. ക്രിസ്തുവിനായി ജീവൻ നൽകിയവനെ നമ്മുടെ അറിവ് കൊണ്ട് നാം ഒരിക്കലും കൊലപ്പെടുത്തരുത്. ഇന്ന് ഈ വചനത്താൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.